ഇസ്രായേലിനൊപ്പം US-ഉം ഇറാനെ ആക്രമിച്ചിരുന്നു. ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് US ആക്രമണം നടത്തിയത്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തെന്നും ആക്രമണത്തിന് പിന്നാലെ ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ ട്രംപും നെതന്യാഹുവും അധികം സന്തോഷിക്കേണ്ട എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ ആഘോഷിക്കാൻ ഇനിയും സമയമായിട്ടില്ല എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ ഏജൻസിയായ IAEA മുൻ ഡയറക്ടർ നൽകുന്ന സൂചന. ആണവായുധത്തിനുള്ള ഭാഗങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന ഏകദേശം 1000 സെൻട്രിഫ്യൂജ് സമ്പുഷ്ടീകരണ സൗകര്യത്തിനുള്ള സാധ്യത ഇപ്പോഴും ഇറാനിൽ നിലനിൽക്കുന്നുണ്ടെന്നാണ് ഒല്ലി ഹെഗനോനൻ പറയുന്നത്. സന്തോഷിക്കേണ്ട സമയമല്ല, ഭീഷണി അവശേഷിക്കുന്നു. അദ്ദേഹം എക്സിൽ മുന്നറിയിപ്പ് നൽകി. 1 മാസത്തിനുള്ളിൽ ന്യൂക്ലിയർ ബോംബ് നിർമ്മിക്കാൻ കഴിയുന്ന അവസ്ഥ ഇപ്പോഴും ഇറാനുണ്ടെന്നാണ് ഒല്ലി ഹൈനോനൻ നൽകുന്ന മുന്നറിയിപ്പ്. നേരത്തെ മുൻ ബ്രിട്ടീഷ് ഇൻ്റലിജൻസ് മേധാവി സർ ജോൺ സാവേഴ്സ് പറഞ്ഞത് US-ൻ്റെയും ഇസ്രായേലിൻ്റെയും ആക്രമണങ്ങൾ ഇറാൻ്റെ ആണവ വൈദഗ്ധ്യമോ യുറേനിയം ശേഖരമോ ഇല്ലാതാക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കാമെന്നാണ്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ നശിപ്പിക്കാൻ US-ൻ്റെ ആക്രമണങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് കഴിഞ്ഞ ദിവസവും റിപ്പോർട്ടുകൾ വന്നത്. ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് US ആക്രമിച്ചത്. എന്നാൽ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനെതിരായ US ആക്രമണങ്ങൾ അവരുടെ ആണവ പദ്ധതിയെ നശിപ്പിച്ചിട്ടില്ല. ഇറാൻ്റെ സെൻട്രിഫ്യൂജുകളോ സമ്പുഷ്ടമായ യുറേനിയത്തിൻ്റെ ശേഖരമോ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിൽ ആക്രമണങ്ങൾ പരാജയപ്പെട്ടു. US ആക്രമണങ്ങൾ ചില ആണവ കേന്ദ്രങ്ങളുടെ പ്രവേശന കവാടങ്ങളെ തകർത്തെങ്കിലും ഭൂഗർഭ കെട്ടിടങ്ങൾ നശിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ആക്രമണങ്ങൾ ഇറാൻ്റെ ആണവ പദ്ധതിയെ ഏതാനും മാസങ്ങൾ പിന്നോട്ട് നയിച്ചതായി റിപ്പോർട്ടുണ്ട്. പ്രതിരോധ ഇൻ്റലിജൻസ് ഏജൻസിയുടെ വിലയിരുത്തലിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ റിപ്പോർട്ടുകൾ. എന്നാൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു. റിപ്പോർട്ടുകളെ ട്രംപ് നിഷേധിച്ചു. US സൈനിക ആക്രമണങ്ങളെ തള്ളിക്കളയാനുള്ള ശ്രമമായാണ് ട്രംപ് റിപ്പോർട്ടുകളെ വിശേഷിപ്പിച്ചത്. ഫോർദോ, നാതാൻസ്, ഇസ്ഫഹാൻ എന്നീ ഇറാൻ്റെ സുപ്രധാന ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ സമ്പൂർണ്ണമായി നശിപ്പിക്കുകയും തുടച്ചുമാറ്റുകയും ചെയ്തെന്നാണ് ആക്രമണത്തിന് ശേഷം ട്രംപ് പ്രഖ്യാപിച്ചത്. US ബോംബാക്രമണത്തിന് ശേഷമുള്ള ഫോർദോ ആണവ നിലയത്തിൻ്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പുറത്തു വന്നു. ആക്രമണത്തിൽ ഫോർദോയുടെ ഭൂഗർഭ സംവിധാനങ്ങൾക്കും കെട്ടിടങ്ങൾക്കും കാര്യമായ നാശനഷ്ടം സംഭവിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. ആക്രമണത്തിന് വളരെ മുമ്പ് തന്നെ സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയം മറ്റൊരു രഹസ്യ സ്ഥലത്തേക്ക് മാറ്റിയെന്ന് റിപ്പോർട്ടുണ്ട്. ജൂൺ 13-ന് ഇസ്രായേൽ ഇറാനിൽ ആക്രമണം ആരംഭിച്ചത് ഇറാൻ്റെ ആണവ പദ്ധതികൾക്കെതിരായിരുന്നു. എന്നാൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ ഇസ്രായേലിന് സാധിച്ചില്ല. തുടർന്നാണ് US-ൻ്റെ ബസ്റ്റർ ബങ്കർ ബോംബുകൾ ഉപയോഗിച്ച് 3 ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയത്. ഇറാൻ്റെ വ്യോമാതിർത്തി കടന്ന് യുദ്ധവിമാനങ്ങൾ നടത്തിയ ആക്രമണത്തിൽ നതാൻസ് ഉൾപ്പെടെയുള്ള ഭൗമോപരിതലത്തിലുള്ള ആണവ കേന്ദ്രങ്ങൾ പോലും പൂർണ്ണമായി നശിപ്പിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല. ഫോർദോ ലക്ഷ്യമാക്കി പലതവണ മിസൈലുകൾ അയച്ചിട്ടും നിലയത്തെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇതോടെയാണ് US ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയത്. ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നതിന് തൊട്ടടുത്താണെന്ന ഇസ്രായേലിൻ്റെ മുന്നറിയിപ്പിനെ തുടർന്നാണ് US ഇടപെട്ടതെന്നാണ് റിപ്പോർട്ട്.